വാർത്തയിലേക്ക്. ഒറ്റപ്പാലത്ത് കാട്ടുപന്നികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി. അംഗീകൃത ഷൂട്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു നടപടി. 15 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് 24 കാട്ടുപന്നികളെ കൊന്നൊടുക്കിയത്. വരോട്, പനമണ്ണ, കണ്ണിയംപുറം, മായനൂർ പാലം പരിസരം, കോലോത്തുംപറമ്പ, അപ്പേപ്പുറം, അഴിക്കലപ്പറമ്പ, കിഴക്കേക്കാട് തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലായിരുന്നു വേട്ട നടന്നത്. അലി നെല്ലേങ്കര, ചന്ദ്രൻ വരിക്കത്ത്, ദേവകുമാർ വരിക്കത്ത്, വിജയ് തോമസ്, ഇസ്മയിൽ താഴേക്കോട്, മുഹമ്മദ് അലി മാത്തേങ്ങിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വേട്ട നടത്തിയത്. തുടർന്ന് നഗരസഭയുടെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ ജഡങ്ങൾ സംസ്കരിച്ചു. നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമായതിനെ തുടർന്നാണ് നടപടി. നഗരസഭാ അധികൃതരും ഒറ്റപ്പാലം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറും നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടറും ഉൾപ്പെടുന്ന സംഘം നടപടികൾ ഏകോപിപ്പിച്ചു. കാട്ടുപന്നികളെ വേട്ടയാടുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഏകദേശം 24 എണ്ണത്തിനാണ് ഇന്ന് നെല്ലേങ്കര അലി എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലുള്ള ഷൂട്ടിംഗ് ടീം കാട്ടുപന്നികളെ ഷൂട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നിരവധി തവണയായി ഒറ്റപ്പാലം നഗരസഭാ പ്രദേശത്ത് ഈ കാട്ടുപന്നികളുടെ ആക്രമണം നടത്തി ഈ കൃഷിയെല്ലാം നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും മുഖ്യമന്ത്രിക്കടക്കം പരാതികൾ പോയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് മിക്ക കൗൺസിലുകളിലും ജനപ്രതിനിധികൾ ഈ പരാതി ലഭിച്ചതിനെ തുടർന്ന് വീണ്ടും നമ്മൾ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത് തുടരെ, കാരണം ഇതിൻ്റെ ഈ കാട്ടുപന്നികൾ കൂടുതലായിട്ട് ഇതിൻ്റെ ശല്യം കൂടുന്നുണ്ടെന്ന് പറഞ്ഞിടത്തോളം അടിയന്തരമായിട്ട് ഇതിൽ നടപടി കൈക്കൊള്ളണമെന്ന് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സണോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും കഴിഞ്ഞ 10-ാം തീയതി ഇതിന് ഷൂട്ടിംഗ് ഓർഡർ നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്രയും കാട്ടുപന്നികളെ വേട്ടയാടി ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും തുടർന്നും ഇത് ഇവിടം കൊണ്ട് അവസാനിക്കാതെ ഒരു ഇടവേളകളിൽ ഇതുപോലുള്ള ഓർഡറുകൾ നൽകി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വീണ്ടും നഗരസഭ നേതൃത്വം കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.